പ്രജിതേ, ഇസ്രയേൽ ഇറാൻ അടി തുടങ്ങിയിരിക്കുന്നു. ഇറാനെ ഇസ്രയേൽ ആദ്യം അടിച്ചു. ഇപ്പൊ കേൾക്കുന്ന വാർത്ത ഇറാൻ തിരിച്ചടിച്ചു എന്നാണ്. അപ്പൊ നമ്മുടെ മഹാരാജ്യം ഇന്ത്യ ആര് കൂടെ നിൽക്കും ഈ അവസരത്തിൽ? അതൊരു വലിയ ചോദ്യമാണ്, ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അതിനൊരു ഉത്തരം നമ്മൾ തേടി പോണമല്ലോ. ഇപ്പോൾ ഇറാൻ അനുകൂലമായിട്ട് നമ്മൾ ഈ കമന്റ് സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇറാനെ അനുകൂലിച്ചുകൊണ്ട്, അപ്പോൾ ഇറാനെ അനുകൂലിക്കുമ്പോൾ ഇസ്രായേലിനെ തെറിവിളിക്കും, ഇസ്രായേലിനെ അനുകൂലിക്കുമ്പോൾ ഇറാനെ തെറിവിളിക്കും. പ്രബുദ്ധത കൂടിയോണ്ട് മലയാളികളാണ് കൂടുതൽ നല്ല രീതിയിലുള്ള തെറികളൊക്കെ എഴുതി വിടുന്നത് എന്നുള്ളതാണ്. പടച്ചു വിടുന്നത്, സാമർത്ഥ്യം, വൈദഗ്ധ്യം തെളിയിക്കുന്ന ഒരു സാമർത്ഥ്യം അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ കാര്യം നമുക്കറിയാം. ഇസ്രായേൽ നമ്മുടെ ഒരു ആത്മമിത്രമാണ് എന്നുള്ളതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇവിടെ ഇരുന്ന് പല തെറിവിളികളും നടക്കും. പക്ഷെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ എങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ, ഈ ഇറാനുമായിട്ട് നമുക്ക് ബന്ധം, നല്ല ടൈപ്സ് ഉള്ളതാണ്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പൊ യുക്രൈനും റഷ്യയും നിന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? നമുക്ക് രണ്ട് രാജ്യങ്ങളും അതെ. അപ്പൊ ഇറാന് നമ്മുടെ നാട്ടിലുള്ളവരെ ഇരുന്ന് തെറി വിളിക്കുമ്പോൾ ഈ തെറി വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മതമാണ്. മതത്തിനനുസരിച്ചാണ്. ജൂത വിരോധം കൊണ്ടുള്ള തെറിവിളിയും മുസ്ലിം വിരോധം കൊണ്ടുള്ള തെറിവിളിയുമാണ് ഈ നടക്കുന്നത്. അതല്ലാതെ ഇന്റർനാഷണലി ജിയോ പൊളിറ്റിക്സിൽ ഈ കാര്യങ്ങൾ എങ്ങനെ വന്ന് നിൽക്കുന്നു, കാര്യം പഠിച്ചിട്ടുള്ളതല്ല, അതല്ല. ജിയോ പൊളിറ്റിക്കലി ഇത് എങ്ങനെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടല്ല ഈ തെറിവിളികൾ മുഴുവൻ വരുന്നത്. നമുക്ക് ഇറാന്റെ കാര്യം എടുക്കാം ആദ്യം. അപ്പൊ ഇറാൻ ഈ പറയുന്നത് പോലെ ഇറാൻ ഇപ്പൊ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമുണ്ട്. ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് വളരെ ശക്തമായ ബന്ധവുമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശക്തവുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് വേണം. എന്തായാലും ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴത്തെ നിലയനുസരിച്ച് നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ഇതുമായിട്ടുള്ള രാജ്യങ്ങളാണ്. അതെ. അപ്പൊ ഈ തമ്മിലടിച്ചിട്ട് സുഹൃത്തുക്കൾ തമ്മിലടിക്കുമ്പോൾ അതിന്റെ ചോര കുടിക്കാൻ പോയിരിക്കുന്ന പതിവ് ഇന്ത്യക്ക് ഇതുവരെയും ഇല്ല. ഇന്ത്യക്കില്ല. അപ്പൊ ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇറാനിൽ നമുക്കൊരു പോർട്ടുണ്ട്, ചബഹാർ തുറമുഖം. അതിന്റെ വലിയ വാർത്തകളൊക്കെ വന്നതാണ്. നമ്മൾ തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഈ പോർട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന പോർട്ടാണ്. അത് ഈ ഇറാനിലാണ്. ഈ പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടാണ് ഈ പറയുന്ന ചബഹാർ പോർട്ട്. ഈ ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട് ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഇറാനുമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അപ്പോ ഇത് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകും? ഒരു പോർട്ടാണ്, ഷിപ്സ് വരും പോകും, അങ്ങനെയുള്ളതല്ല. അത് മാറ്റി നിർത്തിയാൽ ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, അതിലേക്ക് പോകാൻ നമുക്കൊരു വഴി വേണം. നമുക്ക് ഈ പറയുന്നത് പോലെ നോർമലി POKയിലൂടെയൊക്കെ പോകാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും മുമ്പുള്ള സാഹചര്യം ആണെങ്കിലും പാകിസ്ഥാനിലൂടെയുള്ള പോക്ക് അത്ര സുഖകരമായിരിക്കില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും സുഖകരമാണ്. പണി അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതെ. അപ്പോ ഈ വ്യോമാതിർത്തി ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഈ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് വന്നപ്പോ അതുവഴി കടത്തിവിട്ടില്ല അവര്. അതുവഴി കടത്തിവിട്ടില്ല. അപ്പൊ വ്യോമാതിർത്തി വരെ അടച്ചിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു വഴി, പാകിസ്ഥാൻ വഴിയുള്ള ഈ വഴി നമുക്ക് അത്ര വിശ്വസനീയമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് ഈ ചബഹാർ തുറമുഖമാണ്, പോർട്ടാണ്. അത് ഇറാനിലാണ്. അപ്പോ ഇന്ത്യയുടെ ഗിൽജിത്ത് പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന ഈ പാക് വഴി ഘടകമാണ്. അപ്പൊ ഇതുവഴി POKയിലേക്ക് നമുക്ക് തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അതിലേക്കൊക്കെ പോവാം. പക്ഷെ അത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നടപടി ആകില്ല. ഇത് എപ്പോ മാന്തും, ഇതെപ്പോ ചൊറിയും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോ ഈ പറയുന്നത് പോലെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനുള്ള വഴി ചൈനയിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ചൈനയുടെ സ്വഭാവം അതെ.
അപ്പോ ചബഹാർ പോർട്ട് വഴി അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, എന്തിന് റഷ്യയിലേക്ക് വരെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റും. അതിന്റെ റൂട്ട് അങ്ങനെയാണ്, ഈ പോർട്ട് വഴി. അങ്ങനെയാണ്. അപ്പൊ അതുവഴി പോകുക മാത്രമല്ല, നമ്മുടെ ചരക്ക് നീക്കങ്ങളും സുഗമമായിട്ട് പോവുകയും ചെയ്യും. അപ്പോ ഈ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇന്ത്യയും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇത് കടന്നു പോകുന്നതും, ഈ കോറിഡോർ കടന്നു പോകുന്നതും ഇറാനിലൂടെയാണ്. അപ്പോ ഇറാൻ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കിപ്പോ വളരെ നമ്മുടെ ഏറ്റവും ക്ലോസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നിർത്തേണ്ട, നമ്മൾ അങ്ങനെ തന്നെ നിർത്തേണ്ട ഒരു രാജ്യമാണ്. ആ ഒരു വേ അങ്ങനെയാണ് കിടക്കുന്നത്. അതെ, ഒന്ന് സെൻട്രൽ ഏഷ്യ വഴിയുള്ള നമുക്ക് പോകാനുള്ള വഴി, രണ്ടാമത്തേത് ഈ പറയുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഈ കോറിഡോർ വഴി, ഈ കോറിഡോറും നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതെ, ഈ ഇതുവഴി പോകുന്നതും ഈ വഴി പോകുന്നത് ഇറാനിലൂടെയാണ്. അപ്പോ ഇത് ഇന്ത്യയുടെ വ്യാപാരങ്ങൾക്കും സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ പോക്കുവരത്തിനും ചരക്ക് നീക്കത്തിനും അതെ എല്ലാ ബന്ധത്തിനും ഇത് ഇറാനും ഇറാന്റെ ഈ ചബഹാർ പോർട്ടും വളരെ ഉപകാരമാണ്, വളരെ വേണ്ടപ്പെട്ടതാണ്. ഉപകാരം എന്നുള്ളത് നമ്മുടെ സഖ്യകക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല, NSA ലെവലിലുള്ള മീറ്റിംഗ്സും നേവി, രണ്ട് രാജ്യങ്ങളിലെ നേവിയും തമ്മിലുള്ള ഡ്രില്ലുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയേറെ സുദൃഢമായിട്ടുള്ള രീതിയിലേക്ക് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ തെറി വിളിക്കാൻ. ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, തെറി വിളിക്കുമ്പോ അതെ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് അതൊന്നുമല്ല, നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യം നടക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം തന്നെ ഇവര് ചേർത്ത് നിർത്തുകയും ഇസ്രയേലിൽ നമ്മൾ പിണക്കാനും പാടില്ല. അതെ, ഇസ്രായേലിനെ പിണക്കാനും നമ്മൾ വേറെ ഓയിലൊക്കെ വാങ്ങുന്നുണ്ട്. അതെ, ഇറാനിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നുണ്ട്. അത് ഈ പറയുന്ന അമേരിക്കയുടെ ഉപരോധം വന്ന സമയത്താണ് അതില് ചില മുടക്കുകളൊക്കെ വന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ്. മാത്രമല്ല, അതിൽ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീവ്രവാദത്തിനെതിരെയും ഇറാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ബലൂചിസ്ഥാൻ വഴി അതായത് ഇറാൻ പാക് അതിർത്തി പാക് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഈ പാകിസ്ഥാൻ സൈന്യവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇറാന് നേരെയും ചൊറിച്ചിലുമായി ചെല്ലാറുണ്ട്. അതായത് ഭീകരാക്രമണം നടത്താറുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ പോലും ഇവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു അസംഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പാകിസ്ഥാൻ ആണെങ്കിൽ സുന്നി രാജ്യമാണ്, ഇറാൻ ഷിയ രാജ്യമാണ്. നമ്മള് ആഗോളതലത്തിൽ നോക്കുമ്പോ ഇത് വളരെ വലിയ വിഷയമാണ്. സുന്നി ഷിയ തമ്മിലുള്ള ഭീകര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇത് പരസ്പരമുള്ള പോരാണ്. ഈ പോര് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മളും തീവ്രവാദത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്കൊപ്പമാണ്. അതെ. അപ്പോ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ടും ഇപ്പൊ ഇറാൻ നല്ല ബന്ധത്തിലാണ്. നമുക്കും അത്തരത്തിൽ തന്നെയുള്ള ഒരു ബന്ധത്തിലേക്കാണ് നമ്മളും പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചൊരു സേഫ് സോണിലേക്ക് നമ്മുടെ ബന്ധങ്ങളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇറാനായിട്ട് പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം ഭയങ്കര മോശമല്ല, എന്നാൽ മോശമാണ് താൻ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോശമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുമായിട്ടാണ് നമ്മളെ ഏറ്റവും അടുപ്പമായി നിൽക്കുന്നത്. അതെ, ഏറ്റവും അടുപ്പമുള്ളത്. അപ്പൊ പാകിസ്ഥാനി തീവ്രവാദ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും. ഇറാനുമായിട്ട് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മേജർ വിഷയങ്ങൾ ഇതാണ്. നമ്മൾ ഈ അലയൻസിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന പല വിഷയങ്ങളുമുണ്ട്. അതിൽ ചില
സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവും, അത് പരിഹരിക്കപ്പെടാവുന്നതുമാണ്. അപ്പം ഇറാനികൾക്കാണെങ്കിൽ ഇന്ത്യ കാര്യവുമാണ്. ഇന്ത്യൻ നാഷണൽസ് അവിടെ ചെല്ലുമ്പോൾ വളരെ നല്ല വെൽക്കം ഒക്കെ കിട്ടുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണയൊക്കെ നമ്മൾ വാങ്ങിയിരുന്നതുമാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കീ പ്ലെയർ ആണ് ഇറാൻ എന്ന് പറയുന്നത്. പിന്നെ ഇസ്രായേലിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തതാണ്. കാരണം ആ ഒരു ബന്ധം, അതെ, എന്നും നമുക്ക് സഹായമായിട്ട് നിൽക്കുന്ന, നമ്മളോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ആത്മമിത്രമാണ്, നമ്മുടെ വീട്ടിലെ ഒരു അംഗം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇതിൽ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡിലെ ഇന്ത്യക്ക് പോകാൻ പറ്റുള്ളൂ. നരേന്ദ്രമോദിക്ക് നിന്ന് കളിക്കാൻ അറിയാം. അതെ, ആ ന്യൂട്രൽ സ്റ്റാൻഡിലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ വന്നിട്ട് പരസ്പരം നമ്മളെ കണ്ണ് മഞ്ഞളിക്കുന്ന നാക്കുളുക്കുന്ന പോലത്തെ തെറികൾ വിളിച്ചത് കൊണ്ട് മതപരമായിട്ടുള്ള കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളെ കൂട്ടിക്കുഴക്കരുത്.